ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഡാഷ് മക്കളാണ് 18 വയസ്സുള്ള പാവം പയ്യനെ തല്ലിക്കൊന്നത്. ഇതിൽ ഒരുത്തൻ്റെ പ്രായം 58 മറ്റവൻ്റെ പ്രായം 51. ഇവനൊക്കെ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇവൻ്റെ മോനാകാൻ പോലും പ്രായമില്ല ആ പാവം പയ്യന്. കാരണം നീയൊന്നും ആ പാവം പയ്യനെ കണ്ടിട്ട് പോലും ഇല്ല. അവിടെ വെച്ചാണ് നീയൊക്കെ ആ പാവം പയ്യനെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും കശപിശ ഉണ്ടാക്കി അത് വിട്ടേക്ക്. ഇല്ലെങ്കിൽ നീയൊക്കെ കള്ളിൻ്റെ പുറത്ത് 2 അവനിട്ട് കൊടുത്തോ. എന്തിനാ നീയൊക്കെ അവനെ കൊല്ലാൻ പോയത്? അതിനുള്ള എന്ത് തെറ്റാ പാവം പയ്യൻ ചെയ്തത്? അവൻ്റെ വയ്യാത്ത അമ്മയ്ക്ക് ഇതുവരെ അറിയത്തില്ല അവൻ മരിച്ചു പോയ കാര്യം. അവൻ്റെ അച്ഛൻ്റെ ഒരു സൈഡ് തളർന്നു കിടക്കുക. നിനക്കിട്ടൊക്കെ 2 തരാൻ പോലും ആ പാവം മനുഷ്യന് പറ്റത്തില്ല. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെ മൊത്തമാണ് നീയൊക്കെ ഇല്ലാതാക്കിയത്. ഇപ്പം നമുക്കൊന്നും ഫാമിലിയായിട്ട് ഒരു പെരുന്നാളിനോ ഒരു ഉത്സവത്തിനോ ഒരു പരിപാടിക്കോ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം കുറേ അവന്മാർ കള്ളടിച്ചിട്ട് അവൻ്റെയൊക്കെ ഷോയാണ്. പഴയ കാലമല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വഴക്കോ കാര്യങ്ങളോ ഒക്കെ, എൻ്റെയൊക്കെ നാട്ടിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ കുറേ ഓട്ടക്കാരൻ ചേട്ടന്മാരുണ്ട്, അവരോ അല്ലെങ്കിൽ അവിടെയുള്ള കടക്കാരോ എല്ലാം ഇടപെട്ട് ഇപ്പം 2 പേർ അടിപിടിയാണെങ്കിൽ അവരെ പിടിച്ചു മാറ്റും. പക്ഷേ ഇന്നിപ്പം നമ്മൾ വീഡിയോകളിലൊക്കെ കാണുന്നത് ഒരു അടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം മാറി നിൽക്കുക. കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിലും ഇടപെടത്തില്ല. കാരണം കാലം അങ്ങനത്തെയാണ്. ഇടപെടുന്നവനോടായിരിക്കും ഇവന്മാർക്കൊക്കെ ശത്രുത. നാളെ എവിടെ വെച്ചാലും പിടിച്ചു മാറ്റിയവനെ ആയിരിക്കും ഇവന്മാരൊക്കെ തീർക്കുന്നത്. കാരണം നമ്മുടെ പോലീസുകാരെ പോലും വഴി തടഞ്ഞിട്ട് ഓരോരുത്തർ കാണിക്കുന്ന കണ്ടില്ലേ. ഇവനെക്കൂട്ടുള്ളവരെയൊക്കെ പോലീസിൽ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുക. ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിയമത്തിന് വിട്ടുകൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവനെക്കൂട്ടുള്ളവന്മാരൊന്നും കളിക്കത്തില്ല. കാരണം സാധാരണക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണ്ടേ. ഇന്ന് ആ പയ്യനാണ് നാളെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഈ ഗതിയായിരിക്കും വരുന്നത്.